ഇനി ശേഷിക്കുന്നത് 4 ദിവസം മാത്രം. ആ ബാക്കിയുള്ള 4 ദിവസം കൊണ്ട് നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കണം. അനിയും കുഞ്ഞിനെ നന്ദന മേഡത്തിനെയും ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കുന്ന ഇത് കല്യാണിയുടെ വാക്ക. അത് നടന്നില്ലെങ്കിൽ കല്യാണി പിന്നീട് ഈ ലോകത്തുണ്ടാവില്ല. ചെറിയ ചൂടുകളും ആടലോടവും കുരുവളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചേർത്തുണ്ടാക്കിയതാ. മറ്റു ചേരുവകളൊന്നും അച്ഛനറിയില്ല. എന്തൊരു കയ്പ്. കൊരങ്ങ, ഇത് സിദ്ധൌഷധാടാ. തുപ്പിക്കളയാണോ നീ? ആടലോടകവും കുരുമുളകും മാത്രം ചേർത്താ പോരാ. കാട്ടുതുളസിയും കിരിയാത്തും കുറച്ച് മല്ലിയും കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, ഒരു ഡെങ്കിപ്പനിയും വരില്ല, ഒരു ചിക്കൻ കുനിയും വരില്ല. അതറിയാമോ നിനക്ക്? ഓ, എന്റെ ചേച്ചി വൈദ്യരത്നം കല്യാണിയാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. സോറി വേട വൈദ്യരെ. കൊള്ളാം, ഇത്രയൊക്കെ അറിയാവുന്ന മോളാണ് ഈ കാലാവസ്ഥയിൽ ഈറനോടെ ശയനപ്രദർശനം ചെയ്യാൻ പോയത്. പിന്നെ എന്തിനായിരുന്നു ഇത്ര കടുത്ത പ്രയോഗം? അതച്ഛാ, നന്ദന മേഡത്തിന്റെ അനിയും കുഞ്ഞിന്റെയും കല്യാണം നടക്കണ്ടേ? ഞാൻ നോക്കിയപ്പോ തടസ്സങ്ങളോട് തടസ്സങ്ങളാ, എന്തൊക്കെയോ പ്രശ്നങ്ങള്. ഞാൻ ആലോചിച്ചപ്പോ അതൊക്കെ മാറാൻ ഈ ഒരൊറ്റ വഴിയെ ഞാൻ കണ്ടുള്ളൂ. എനിക്കൊരൽപ്പം ശരീരം നൊന്താലും സാരമില്ല, എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കണം. അതിനാ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തേ. ആ, ഒരു തരത്തിൽ പറഞ്ഞ അന്നം തരുന്ന കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി എന്റെ മോൾ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ നീ എപ്പോഴും സ്വന്തം ആരോഗ്യം കൂടി നോക്കണം കേട്ടോ. കേട്ടിട്ടില്ലേ, താൻ ചത്ത് മീൻ പിടിച്ച പിന്നെ ആ മീൻ തിന്നാൻ ആളെ കാണില്ല. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ചൂടുകഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. അതിനു മുമ്പ് ആവി പിടിക്കണം. നീ എനിക്ക് ഞാൻ വിക്സിട്ട് ചൂടുവെള്ളം കൊണ്ടുവരാം. അച്ഛൻ നിക്ക്. കഷായം കുടിച്ചപ്പോ തന്നെ എന്റെ പകുതി പനിയും പോയി. ഇനി ആവി പിടിക്കലും കഞ്ഞി വെക്കലും ഒക്കെ ഞാൻ ചെയ്തോളാം. അച്ഛൻ ഇവിടെ ഇരിക്കെ. ഇരിക്ക്. ഈ കല്യാണിക്കുട്ടിയല്ലേ പറയണേ, ഇരിക്കച്ചാ. ആ, അപ്പഴേ എന്റെ പനിയുടെ പേരും പറഞ്ഞ് നീ അങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് സൂക്ഷിക്കണ്ട. ഹോംവർക്ക് ചെയ്യാനുള്ളത് വല്ലതും ചെയ്തോ നീ? പോടാ, പോയിരുന്നു പഠിക്കടാ. ഹോംവർക്ക് കണ്ടില്ലേ അച്ഛാ, ഒന്ന് തല നൂത്തതേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങി. ഇതിനേക്കാൾ നല്ലത് പനിച്ച് വിറച്ച് 10 ദിവസം അങ്ങ് കിടന്നാ മതിയായിരുന്നു. ഏയ്, അവൻ കുഞ്ഞല്ലേ അച്ഛാ. താച്ച സുധേ, നമ്മുടെ മോളിന് ചെയ്തത് വലിയൊരു ത്യാഗമാണ്. നമുക്ക് അന്നം തരുന്നവരുടെ നന്മയ്ക്ക് എന്നും നമ്മളെ കൂടെ ഉണ്ടാവണം. എന്തോ സഹിച്ച് നമ്മുടെ മോളിന് ചെയ്തത് വലിയൊരു ത്യാഗമാണ്. നമുക്ക് അന്നം തരുന്നവരുടെ നന്മയ്ക്ക് എന്നും നമ്മളെ കൂടെ ഉണ്ടാവണം. എന്തോ സഹിച്ച് എനിക്ക് നമ്മുടെ മോളെ കുറിച്ച് അഭിമാനം തോന്നുന്നു.
ഡാ ആ. ആ കൊള്ളാം, നീ ഇവിടെ ഗെയിമും കളിച്ച് കിടന്നോ. ഹ്, അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണ വായന എന്ന് പറയും പോലെയാ നിന്റെ കാര്യം. എന്തുറ്റളേമ്മേ രാവിലെ തന്നെ ഒരു പഴഞ്ചൊല്ലൊക്കെ. എടാ നീ വല്ലതും അറിയുന്നുണ്ടോ? താഴെ വക്കീലും ഓഡിറ്ററും ഒക്കെ വന്നിരിക്കുക, കുറച്ചു നേരമായി. അമ്മയോ അച്ഛനെ കാണാൻ വന്നായിരിക്കും. അതിനിപ്പോ നമുക്കെന്താ? നമുക്ക് എന്താണെന്നോ? ഡാടാ ഇങ്ങ് തന്നെ. എടാ അവരെ വരുത്തിയിരിക്കുന്നത് നിന്റെ അമ്മയാ, തൃച്ചംബരത്തെ സ്വത്ത് ഭാഗം വെക്കാൻ. വാ, സ്വത്ത് ഭാഗം വെക്കാനോ? എടേമ്മ എന്തൊക്കെയാ പറയുന്നത്? ആർക്കിപ്പോ പാർട്ടീഷൻ അത്യാവശ്യം? അത് നീ തന്നെ നേരിട്ട് പോയി ചോദിക്കേ. മോൻ വന്നേ, നമുക്ക് താഴേക്ക് പോവാം. വാ, താഴേക്ക് പോവാണ്. അഖിലേ, എനിക്ക് ഓർമ്മ വരുന്നത് രാമായണത്തിലെ ഒരു കഥാസന്ദർഭമാണ്. ഒരു ദിവസം ദശരഥൻ രാമനോട് നീ 14 വർഷം വനവാസത്തിന് പോകണമെന്ന് പറഞ്ഞു. എന്തിന് എന്നൊരു മറുചോദ്യം പോലും ചോദിക്കാതെ അന്ന് തന്നെ രാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അതുപോലെ നീ സ്വത്ത് ഭാഗം വയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോ മറുത്തൊരു ചോദ്യം പോലും ചോദിക്കാതെ എല്ലാ ഡോക്യുമെന്റ്സിലും ഒപ്പിട്ട് തന്ന ആനന്ദിനെ പോലൊരു മകനെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്യണം. ഇവനാണ് ഉത്തമപുത്രൻ. അതെനിക്കറിയാം കൃഷ്ണേട്ട. പക്ഷേ ഒരു പുത്രനെ ഉത്തമനായിട്ടുള്ളൂ. അതാ വിഷമം. അമ്മ വായിക്കണം വക്കീലേ. ശരി മാഡം. തറവാട് ഉൾപ്പെടെ 4 വീടുകൾ, എസ്റ്റേറ്റ്, തോട്ടം, ബിൽഡിങ്സ്, ഫ്ലാറ്റ് എല്ലാം കണക്കിലെടുക്കുമ്പോൾ മൊത്തം ആസ്തി 4000 കോടി. ഗവൺമെന്റ് ബോണ്ട്, ഷെയർ മാർക്കറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എല്ലാം കൂടി 308 കോടി. സ്വർണം, വാഹനങ്ങൾ തുടങ്ങി മറ്റു വിധത്തിലുള്ള ആസ്തികളെല്ലാം ചേർത്ത് 120 കോടി. അങ്ങനെ മൊത്തത്തിലുള്ള ആസ്തി 4428 കോടി. ബാങ്ക് ലോൺസും ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസും കൂടെ ചേർത്ത് എന്ത് ബാധ്യതയുണ്ടാവും നമുക്ക്? മൊത്തം 300 കോടി ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രോഫിറ്റ് വെച്ച് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തു. ബെറ്റ് ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഗുഡ്. അല്ല ഓഡിറ്റർ സാറേ, ഈ വീടും കൂടി ചേർത്തല്ലേ മൊത്തം ആസ്തി എടുത്തത്? അതെ മാഡം. വക്കീലേ, രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എന്റെ മൂത്ത മകൻ ആനന്ദിന് മൊത്തം സ്വത്തിന്റെ 45% വേണം. 35% എന്റെ ഇളയ മകൻ ഈ നിൽക്കുന്ന അരവിന്ദിന്റെ പേരിൽ. അപ്പൊ ബാക്കി? അമ്മ വേണ്ട, ഭാഗം വെച്ച് എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ടമ്മേ. എനിക്ക് വേണ്ടത് നിങ്ങളെല്ലാരെയാ. ബ്രോ ഒന്ന് പറ ബ്രോ, സ്വത്ത് ഭാഗം വെച്ച് എന്നെ ഒറ്റപ്പെടുത്തരുത് പറ ബ്രോ. പ്ലീസ് ബ്രോ ഒന്ന് പറ ബ്രോ, പ്ലീസ് ബ്രോ. അച്ഛനെങ്കിലും ഒന്ന് പറ അച്ഛ, സ്വത്ത് ഭാഗം വെക്കരുന്ന് പറ, എന്നെ ഒറ്റപ്പെടുത്തരുന്ന് പറ പ്ലീസ് അച്ഛ. പ്ലീസ് അമ്മ. മതി. നോക്ക്, ഒരു കുടുംബത്തിൽ ഒരു അപമാനം ഉണ്ടായാൽ അതിന്റെ മാനക്കേട് ഒരാളല്ല എല്ലാവരും അനുഭവിച്ചേ പറ്റൂ. നിന്നോട് മാത്രമായിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാവരും ഒരുമിച്ചല്ലേ അനുഭവിക്കാൻ പോകുന്നത്. ശരി, അനുഭവിക്കാം. അതിനായി ഈ ഭാഗം വയ്ക്കൽ. നോ അമ്മ, പ്ലീസ് ബ്രോ. ബ്രോ അമ്മയോടൊന്ന് പറ ബ്രോ, എനിക്ക് സ്വത്ത് പണം ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളെ മതി, എല്ലാരും ഒരുമിച്ച്. ബ്രോ ഒന്ന് പറ ബ്രോ, ഒന്ന് പറ ബ്രോ, പ്ലീസ് ബ്രോ.
ഇത് അമ്മ എടുത്ത തീരുമാനമാണ്. അത് വേണ്ടെന്ന് ഞാൻ പറയില്ല. ഇന്ന് മാത്രമല്ല, ഒരിക്കലും. നീ സ്വയം മാറിയ എല്ലാവർക്കും നല്ലത്. ഈ കുടുംബത്തിൽ പിറന്നുകൊണ്ട് നിനക്ക് ഇത്രയും കോടിയുടെ ആസ്തി ഉണ്ടായെന്ന് നീ ഓർക്കുന്നത് നന്നായിരിക്കും. ആനന്ദേ, അവൻ ഉപദേശിക്കണ്ട. എനിക്ക് പണത്തിനേക്കാൾ വലുതാ എന്റെ വാക്ക്. അതിനേക്കാൾ വലുത് അഭിമാനവും. അരവിന്ദേ, നിന്റെ വാശി ഇതിനൊക്കെ കാരണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ചേച്ചിയോട് ക്ഷമ ചോദിക്ക്. ചെന്ന് ക്ഷമ ചോദിക്ക്. ചെല്ല് അരവിന്ദേ. വേണ്ട, അതിനൊന്നും അല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഭാഗം വെക്കാൻ സമയമായി എന്ന് തോന്നി, അതുകൊണ്ട് ഭാഗം വെച്ച് കളയാന്ന് തീരുമാനിച്ചു. നാളെ വരെ സമയമുണ്ട്. നാളെയാണ് അന്തിമ തീരുമാനം. മാഡം, ഒരു സംശയം. ചോദിച്ചോളൂ. മാഡം, അത് ആനന്ദിന്റെ പേരിൽ 45%, അരവിന്ദിന്റെ പേരിൽ 35% ആണല്ലോ എഴുതുന്നത്. അതെ അതെ. അപ്പോ 45-ഉം 35-ഉം 80. സ്വത്തിന്റെ ബാക്കി 20% മാഡത്തിന്റെ പേരിലേക്ക്. നോ, നോട്ട് ഫോർ മീ. എന്റെയോ എന്റെ ഭർത്താവിന്റെയോ പേരിൽ 1 രൂപ പോലും എഴുതി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ആ 20% സ്വത്ത് ആരുടെ പേരിൽ എഴുതണമെന്നാണ് മാഡം പറയുന്നത്? കൊള്ളാം. ഇവിടെ ഞാൻ ഒരുത്തി ഉണ്ടെന്ന കാര്യം എല്ലാരും അങ്ങ് മറന്നോ? എനിക്കുണ്ട് 2 കുട്ടികൾ. അവരുടെ കാര്യങ്ങളോ? വിലാസിനെ, സഹദേവനെ എന്റെ ഭർത്താവിന്റെ അനുജനായിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളത്, എന്റെ മകനായിട്ടാ. നിന്റെ മക്കളെയും അങ്ങനെ തന്നെയാ. സ്വത്തിന്റെ കാര്യത്തിൽ നീ വെറുതെ തലയിടണ്ട. എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം, മനസ്സിലായോ? അതല്ല ചേച്ചി, ആ 20%. അതില് നീ തലയിടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നാളെ രാവിലെ വരെ കാത്തിരുന്നാ മതി എല്ലാവരും. ഓക്കെ വെക്കില്ലേ? ശരി മാഡം. നാളെ രാവിലെ 9 മണിക്ക് എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി വന്നാൽ മതി. ശരി മാഡം. ഓക്കെ മാഡം, നാളെ രാവിലെ എത്താം. ആ, ശരി. ഓക്കെ. ശരി എന്നാ. അമ്മ വേണ്ടമ്മ, ഭാഗം വയ്ക്കണ്ടമ്മ. എന്നെ ഒറ്റപ്പെടുത്തല്ല. എനിക്ക് എന്റെ കുടുംബം അമ്മ വലുത്. എല്ലാം നീ നാളെ രാവിലെ 9 മണിക്ക് മുൻപെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും. പൊയ്ക്കോ. പോകാൻ. ആനന്ദ്. അമ്മേ, ഓഫീസിൽ പോണ്ടേ? ചെല്ല്, കാര്യങ്ങൾ നടക്കട്ടെ. ശരി അമ്മേ. അഖിലേ, ആ 20% ആർക്കാ? ഞാൻ അറിയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? കൃഷ്ണേട്ടൻ അറിയാതെ ഞാൻ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതില്ല. സാധാരണ നീ എല്ലാം എന്നോട് പറയാറുണ്ട്. ഇതും പറയാൻ തുടങ്ങുകയായിരുന്നു ഞാൻ. ആ 20% അറിഞ്ഞോ അറിയാതെയോ അപമാനിക്കപ്പെട്ട നന്ദനയ്ക്ക് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. ഒരുപക്ഷെ എപ്പോഴെങ്കിലും മനസ്സു മാറി നിശ്ചയത്തിന് സമ്മതിച്ചു വന്ന മരുമകൾക്ക് കൊടുത്തതുപോലെ ആവുമല്ലോ. അല്ലെങ്കിൽ അരവിന്ദ് ചെയ്ത തെറ്റിന് ഒരു നഷ്ടപരിഹാരം എന്ന് കരുതിയാലും മതി. എന്താ, ഞാൻ ടോട്ടലി അബദ്ധം ചെയ്യാണെന്ന് കൃഷ്ണേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ ഏത് തീരുമാനവും പലതവണ ആലോചിച്ചെടുക്കാറുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം. എപ്പോഴും അത് മികച്ചതായിരിക്കുകയും ചെയ്യും, എനിക്ക് ഉറപ്പാ. താങ്ക് യു കൃഷ്ണേട്ട. പക്ഷേ ഞാൻ ഒരു സ്വത്തും കൃഷ്ണേട്ടന്റെ പേരിൽ എഴുതി വെച്ചില്ലല്ലോ എന്ന വിഷമമില്ലേ കൃഷ്ണേട്ടന്? ഒരിക്കലുമില്ല. ഹലോ പെണ്ണുമ്പിള്ളേ, നീയാണ് എന്റെ സ്വത്ത്. അതൊരു താരിമ്പ് പോലും കുറയാതെ എന്റെ കൂടെ നിഴൽ പോലും ഉള്ളപ്പോ എനിക്ക് എന്തിനാ മറ്റൊരു സ്വത്ത്? മോളെ കല്യാണി, കല്യാണി,
കുഞ്ഞെ ഇറങ്ങി. ആ ശരി. ദാ ചായ. അനിയൻകുട്ടൻ പോയ മോളെ? പോയച്ചാ. നീ രാവിലെ കുളിച്ചു അല്ലേ? ഇപ്പോഴും ചൂടങ്ങോട്ട് പോയിട്ടില്ല. ഇന്നലെ പനിച്ചു കിടന്ന് വിറച്ചത് ഓർമ്മയുണ്ടല്ലോ. എത്ര പനിയാണെങ്കിലും രാവിലെ കുളിച്ചില്ലെങ്കിൽ ഒരുമാതിരി അച്ഛാ. ഈ ചൂടൊന്നും കാര്യാക്കണ്ട. ഇന്നലത്തെ കഷായത്തിന്റെ ബാക്കിയുണ്ട്, അതും കുടിച്ച് ഒരാവിയും പിടിച്ച് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ പമ്പ കടന്നോളൂ. കൊള്ളാം. എന്നാലേ നിന്റെ മുറിവൈദ്യൊന്നും ഇനി വേണ്ട കേട്ടാ. അച്ഛൻ വലിയ കുഞ്ഞിനെ ഓഫീസിൽ വിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം. ആ പിന്നെ ഇന്ന് ജോലിക്ക് പോണ്ട, ഞാൻ അകത്ത് പറഞ്ഞേക്കാം. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നേ. ഒരു ചെറിയ പനി വരുമ്പോ വീട്ടിൽ കള്ളൊടിച്ച് കിടക്കാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാ? എനിക്ക് നീ ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാ. ഏതായാലും നീ ഇന്ന് ജോലിക്ക് പോണ്ട, വിശ്രമിക്കും. ധാരാളം വെള്ളം കുടിക്കണം. ഇപ്പോഴത്തെ പനിക്ക് വെള്ളം ധാരാളം കുടിക്കണം എന്നാ ഡോക്ടർമാര് പറയുന്നത്. അച്ഛാ, എന്താ മോളെ? ഇന്ന് അനിയും കൊണ്ട് സ്കൂളിലെ ക്ലാസ് പീറ്റിയാ. അച്ഛനൊന്ന് കേറാൻ മറക്കണ്ട. ഏയ്, ഈ യൂണിഫോം ഇട്ട് PTA പോയാൽ ശരിയാവില്ല. ഞാൻ നാളെ എങ്ങനെ പോയി ടീച്ചറെ കണ്ടോളൂ. മോള് പോയി റെസ്റ്റ് എടുക്കുക. കല്യാണി, ആ ചേച്ചി. അല്ല ദാസേട്ടൻ നിനക്ക് പനിയാണെന്ന് പറഞ്ഞു, ഒന്ന് നോക്കാൻ വന്നതാ. ഏയ് സാരമില്ല, ഇപ്പൊ കുറവുണ്ട്. കിച്ചണില് എല്ലാരും വന്നോ? വന്നു. അവിടെ സ്വത്ത് ഭാഗം വെച്ച് പിരിക്കുന്ന ബഹളം നടക്കുകയല്ലേ. അനിയൻ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനാ പ്ലാനെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ അനിയൻ കുഞ്ഞിന്റെ കാര്യം കഷ്ടം തന്നെയാ. മുറിയിലടച്ച ഒരേ ഇരിപ്പ് തന്നെ, ഒരു മനക്കെട്ടിയില്ലാത്ത ചെക്കൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കല്യാണി. ഉച്ചയ്ക്ക് ഫുഡുമായിട്ട് വരാം, നീ റെസ്റ്റ് എടുക്ക്. വേണ്ട ചേച്ചി, ഒരു മിനിറ്റ്, ഞാനും വരുന്നു. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. അത് നിനക്ക് പനിയല്ലേ, നീ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ. വേണ്ട ചേച്ചി, ഒറ്റയ്ക്ക് വലിയ ബോറാ. ഞാനും വരുന്നു, ഒരു സെക്കൻഡേ. ആകെ വയ്ക്കണ്ടമ്മ, എന്നെ ഒറ്റപ്പെടുത്തല്ലേ. എനിക്ക് എന്റെ കുടുംബം അമ്മ വലുത്. എല്ലാം നീ നാളെ രാവിലെ 9 മണിക്ക് മുൻപെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും. നിഴല് പോലെ എന്റെ കൂടെ നടന്ന ബ്രോയ്ക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. എന്റെ മുഖം ഒന്ന് വാടിയ അതുവരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്റെ ബ്രോയ്ക്ക് എന്റെ മനസ്സ് കാണാൻ പറ്റില്ല. നോക്ക്, ഒരു കുടുംബത്തിലൊരു അപമാനം ഉണ്ടായാൽ അതിന്റെ മാനക്കേട് ഒരാളല്ല, എല്ലാവരും അനുഭവിച്ചേ പറ്റൂ. നിന്നോട് മാത്രമായിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാവരും ഒരുമിച്ചല്ലേ അനുഭവിക്കാൻ പോകുന്നത്. ശരി, അനുഭവിക്കാം. അതിനായി ഈ ഭാഗം വയ്ക്കൽ. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം, എന്നെ കാരണം ജീവിതം പോയൊരു പെണ്ണിന്റെ കാര്യം എന്തവർ ചിന്തിക്കാത്ത കല്യാണിക്കുണ്ട് മാനാഭിമാനമൊക്കെ. ഞാൻ ചെയ്ത് തെറ്റിതിരുത്താൻ എനിക്കേ പറ്റൂ. എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണം. കല്യാണി പാവ. നീ എന്നെ കെട്ടു, കെട്ടേ പറ്റൂ.
കെട്ടിക്കഴിഞ്ഞ പെട്ടില്ലേ മോനെ. പിന്നെ നിന്റെ കഴുത്തിലെ കയറ് എന്റെ കയ്യിലാ. സപ്പോർട്ട് ചെയ്യാൻ നിന്റെ അമ്മയും. അവിടെ തീർന്നോളും നിന്റെ അറപ്പും വെറുപ്പും ഒക്കെ. ഇതിനെല്ലാത്തിനും കാരണം വൃത്തികെട്ട നന്ദനെ. എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നു കയറിയ അപ്പശകുനം. എല്ലാരും അവളുടെ പക്ഷത്തല്ലേ? ഞാൻ പറയുന്നേക്ക് ആരാ ഉള്ളത്? നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് തീരുമാനം പറയണ പോലും. അതിന് ഞാൻ ജീവനോടുണ്ടെങ്കിലല്ലേ? ഡെഡ് ബോഡി ആയാലോ?